ഈശോയിൽ എനിക്ക് ഏറ്റവും വാത്സല്യമുള്ള എൻ്റെ സഹോദരങ്ങളെ, യൂറോപ്പിലെ സഭ ഒരു കാലഘട്ടത്തിൽ വളരെ ശക്തമായിരുന്നു, വളരെ സജീവമായിരുന്നു. ഒരുപക്ഷെ ക്രിസ്തുമതത്തിൻ്റെ ആഗോള വ്യാപനത്തിന് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തിട്ടുള്ളത് യൂറോപ്പിലെ സഭയാണ്. എന്നാൽ യൂറോപ്പിലെ സഭയ്ക്ക് ഇപ്പോൾ വളരെ നിർജീവതയാണ്. പരിശുദ്ധ പിതാവ് അതേക്കുറിച്ച് അടുത്ത കാലത്ത് ഒരു ഇടപെടൽ നടത്തിയിട്ട് പറഞ്ഞു, യൂറോപ്പിലെ സഭയ്ക്ക് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട അപകടം ക്രൈസ്തവ വിശ്വാസം ഒരു സാക്ഷ്യവും പ്രേക്ഷിതത്വവും ആകേണ്ടതിന് പകരം അതൊരു ആഘോഷമായിട്ട് മാറി. എല്ലാ ആഘോഷങ്ങളും യൂറോപ്പിലെ സഭയ്ക്ക് ഒരു സ്വാഭാവിക സംഭവമായിട്ട് മാറി. ആഘോഷങ്ങളുടെ നടുവിൽ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ നന്മ അത് നഷ്ടപ്പെട്ടു. മാർപ്പാപ്പ പറയുകയാണ്, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നടത്താത്ത സഭ മരിച്ചുകൊണ്ടിരിക്കുന്ന സഭയാണ്. അത് ഉറകെട്ട ഉപ്പാണ്, വെളിച്ചം നഷ്ടപ്പെട്ട വിളക്കാണ്. ഞാൻ ഇത് നിങ്ങളോട് പറയുന്നത്, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ നവാറ എന്ന് പറഞ്ഞ സ്പെയിനിലെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്രൈസ്തവ കേന്ദ്രത്തിൽ പോയി. നവാറയിലെ OCD കർമ്മലീത്ത പ്രോവിൻസുകാരാണ് ആലുവ സെമിനാരി പണിതിരിക്കുന്നത്. മംഗലപ്പുഴ സെമിനാരിയും കർമ്മൽഗിരി സെമിനാരിയും ഒക്കെ പണിതിരിക്കുന്നത് അവരാണ്. ഒരുപക്ഷെ സ്പെയിനിലെ ഏറ്റവും കൂടുതൽ തീക്ഷ്ണതയുള്ള ഒരു പ്രേക്ഷിത മുന്നേറ്റത്തിൻ്റെ സ്ഥലമായിരുന്നു നവാറ. എന്നാൽ നവാറയിൽ ഇന്ന് ചെന്നാൽ നമുക്ക് അത്ഭുതം തോന്നും. ദൈവവിളികളില്ല, ആശ്രമങ്ങൾ അടച്ചുപൂട്ടുന്നു, സ്ഥാപനങ്ങൾ വിറ്റുപോകുന്നു, പള്ളികൾ കൈയൊഴിയപ്പെടുന്നു. ഇതേക്കുറിച്ചിട്ട് പറയുന്നത്, നവാറ പ്രദേശത്തുള്ള സഭയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കുള്ള ആഭിമുഖ്യം അതിന് നഷ്ടപ്പെട്ടു. അതുഫലമായിട്ട് ആ സഭയുടെ ഉപ്പിൻ്റെ ഉറ കെട്ടുപോയി, അതിൻ്റെ വെളിച്ചം നഷ്ടപ്പെട്ടു പോയി. ഉറകെട്ട ഉപ്പ് എന്തിനു പ്രയോജനപ്പെടും? അത് വഴിയിലേക്ക് വലിച്ചെറിയപ്പെടാനും ചവിട്ടിക്കൂട്ടപ്പെടാനും അല്ലാതെ മറ്റെന്തിനത് കൊള്ളും? ഞാൻ ഈ യൂറോപ്പിനെക്കുറിച്ചും നവാറയെക്കുറിച്ചൊക്കെ നിങ്ങളോട് പറഞ്ഞത് കേരള സഭയെക്കുറിച്ച് പറയാനാണ്. കേരള സഭയിൽ ഇന്ന് കാണുന്ന ഒരു പ്രത്യേകത, മിഷനിലോട്ടുള്ള താല്പര്യം നമ്മുടെ വൈദികരുടെയും സമർപ്പിതരുടെയും ഇടയിൽ കുറഞ്ഞു വരികയാണ്. ഒരു 50 കൊല്ലങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ഏറ്റവും നല്ല ദൈവവിളികൾ പോകാൻ ഇഷ്ടപ്പെട്ടത് മിഷനിലേക്കായിരുന്നു. നിങ്ങൾ ഏത് സഭയെടുത്ത് നോക്കിക്കോ, ജെസ്യൂട്ട് സഭയാണെങ്കിലും OCD സഭയാണെങ്കിലും CMI സഭയാണെങ്കിലും ഫ്രാൻസിസ്കൻ, കൺവെൻച്വലിസ്റ്റ്, കപ്പൂച്ചൻസ്, എല്ലാ സഭകളും ഒരുപാട് പ്രേക്ഷിതരെ നമ്മുടെ നാട്ടിൽ നിന്ന് സ്വീകരിച്ചിരുന്നു. നോട്ട് ഓൺലി മെൻ കോൺഗ്രിഗേഷൻ, വിമൻ കോൺഗ്രിഗേഷൻസും. ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് മിഷനിലേക്ക് പോകാൻ ആർക്കും ഇഷ്ടമല്ല. നിങ്ങൾക്കറിയാം, തൃശ്ശൂർ രൂപതയിലെ എന്നറിയാത്ത ആരാ ഉള്ളത്? എല്ലാ പള്ളികളിലും എല്ലാ സംഘടനകളിലൊക്കെ എനിക്ക് നല്ല അടുപ്പവും സ്വാധീനവും ഒക്കെയുണ്ട്. പക്ഷേ ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, ഞാൻ ഈ അപ്പസ്റ്റോലിക് വിസിറ്റേഷൻ്റെ ഭാഗമായിട്ട് ഷംഷാബാദിലെ ഒരു രൂപത വരുന്നതോടനുബന്ധിച്ച് ദൈവവിളികൾക്ക് വേണ്ടി പരിശ്രമം നടത്തി. എനിക്ക് ഒറ്റ ദൈവവിളി കിട്ടിയില്ല. അതിൻ്റെ കാരണം പറഞ്ഞത്, കുട്ടികൾക്ക് അച്ഛനാകാൻ ആഗ്രഹമുണ്ട്, പക്ഷെ മിഷനിലേക്ക് പോകാൻ താല്പര്യമില്ല. മിഷനിൽ ബുദ്ധിമുട്ടാണ്, മിഷനിൽ അക്രമമാണ്, മിഷനിൽ പ്രതിസന്ധിയാണ്, മിഷനിൽ പോയി തല പോകും. അതുകൊണ്ട് ഈ കംഫർട്ട് സോണിൽ ഒതുങ്ങിക്കൂടാനുള്ള ഒരു പ്രവണത നമ്മുടെ ഇടയിലുണ്ട്. മാത്രമല്ല, നമ്മുടെ പള്ളികളിൽ ഇന്ന് ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, ഒരുപാട് ആഘോഷ പരിപാടികൾ, പെരുന്നാളുകൾ നടക്കുന്നുണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ അതൊക്കെ ഉണ്ട്.
ഒരു വിധത്തിൽ യൂറോപ്പിലെ സഭ ഒരു കാലത്ത് ആഘോഷങ്ങളോട് കാണിച്ച ഒരടുപ്പം, ഒരിഷ്ടം, ഒരു താല്പര്യം നമ്മുടെ സഭയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഊട്ടുപെരുന്നാൾ, ഞാൻ ഊട്ടുപെരുന്നാളിന് എതിരല്ല കേട്ടാ. ഊട്ടുപെരുന്നാളൊക്കെ നടത്തുന്നത് നല്ലതാണ്. പക്ഷെ ഇപ്പോൾ എല്ലാ പെരുന്നാൾക്കും ഊട്ടാ. ക്രിസ്മസിന് കോഴിയെ കൊല്ലും, അത് അപ്പം ഉണ്ടാക്കും, വട്ടയപ്പം ഉണ്ടാക്കും. കുർബാന കഴിഞ്ഞ് പോകുമ്പോൾ എല്ലാവരും കൂടെ ഒരു 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 സ്നേഹവിരുന്ന് നടത്തിയിട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ ഈസ്റ്ററിന് മുട്ട കൂടെ കൊടുക്കുന്നുണ്ട്. ഞാനിതിനെ കുറ്റപ്പെടുത്തുകയില്ല. ഈ അടുത്ത് ഞാനൊരു പള്ളി ചെന്ന് കഴിഞ്ഞപ്പോൾ ആത്മക്കാരുടെ ആത്മാനുകൂലാർത്ഥം ഒരു ഊട്ടുപെരുന്നാൾ. ഓരോ പള്ളികളിലും 3-4 ഊട്ടുപെരുന്നാളുകളാണ്. ഞാൻ വിരോധം പറയുകയല്ല, പക്ഷെ ഇത് ആവശ്യമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ മരിച്ചവരെ കുറിച്ച് ഓർക്കുകയും ആ കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടി വീട്ടിലിരുന്ന് ഒരു സദ്യ കഴിക്കുന്നതിൽ ഒരു വിരോധവുമില്ല. ഈ ആഘോഷങ്ങൾ വർദ്ധിച്ചു വരുന്നത് ഇടവകളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ. ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരു സ്വർണ്ണക്കൊടിമരം പണിതു, ഇപ്പോൾ എല്ലാ പള്ളികളും സ്വർണ്ണക്കൊടിമരമാണ്. ഏതെങ്കിലും ഒരു പള്ളി ഒരു ഗ്രോട്ട പണിതു, ഇപ്പം എല്ലാ പള്ളികളിലും ഗ്രോട്ട പണികളാണ്. ഏതെങ്കിലും ഒരു പള്ളിയിലെ ഭൂമിയിൽ ടൈൽസ് വിരിച്ചു, ഇപ്പം എല്ലാ പള്ളികളും ടൈൽസ് വിരിച്ചുകൊണ്ടിരിക്കുക. വേദപാഠത്തിന് സ്മാർട്ട് ക്ലാസ് റൂം. ഞാനിതിനൊന്നും കുറ്റപ്പെടുത്തി പറയുന്നുവെന്ന് ഒരു ദോഷൈക ദൃക്കാണെന്ന് നിങ്ങൾ കരുതരുത്. ഈ പ്രവണതയ്ക്ക് ഒരു അപകടമുണ്ട്. അപകടം എന്താണെന്നറിയാമോ? നമ്മുടെ പണം ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാതിരിക്കാൻ നമ്മൾ കിട്ടുന്ന കയ്യാലയാണ്. ഈ തിരുവിതാംകൂറിലെ ആളുകളാണ് കയ്യാല പണിയാൻ ഏറ്റവും മിടുക്കന്മാർ. ഈ മണ്ണിലെ മണ്ണ്, ഈ ഭൂമിയിലെ മണ്ണ് മഴ പെയ്യുമ്പോൾ അടുത്ത തടത്തിലൂടെ താഴോട്ട് വീണു പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് കയ്യാല കെട്ടിയാൽ ആ കയ്യാലയ്ക്കുള്ളിൽ ഈ മണ്ണ് കിടക്കും. ഇന്ന് നമ്മുടെ ഇടയിൽ കയ്യാല കെട്ടുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഒരു പള്ളിയിൽ പെരുന്നാളിനോടനുബന്ധിച്ച് 9 ദിവസത്തെ നൊവേന, കുടുംബസമ്മേളനങ്ങൾ തമ്മിൽ അൾത്താർ അലങ്കരിക്കാൻ മത്സരമാണ്. തിങ്കളാഴ്ച ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന് പൂ വെച്ചു. ചൊവ്വാഴ്ച അത് വാടിയിട്ടല്ല, അത് തിരുഹൃദയ യൂണിറ്റുകാരിയായിരുന്നു. ചൊവ്വാഴ്ച ഹോളി ഫാമിലി യൂണിറ്റിൻ്റെയാണ്, എടുത്ത് കളയുക. ബുധനാഴ്ച അത് ഹോളി സ്പിരിറ്റ് യൂണിറ്റിൻ്റെയാ, വേറെ പൂക്കളാ. സത്യത്തിൽ കൊടിയേറി തുടങ്ങി പെരുന്നാൾ വരെ ആ പൂക്കൾ ഒന്ന് ചിട്ടപ്പെടുത്തുകയാണെങ്കിൽ ഒരാഴ്ച പിടിച്ചു നിൽക്കാം. പക്ഷെ ആ പൂക്കൾ വയ്ക്കുക. അതുപോലെ തന്നെ ആളുകൾക്ക് ആവശ്യത്തിൽ ഭക്ഷണം കൊടുക്കുക, കുടുംബ കൂട്ടായ്മ കഴിഞ്ഞ് പെരുന്നാൾ കഴിയുമ്പോൾ നേർച്ച കൊടുക്കുക, ഉണ്ണിയപ്പം കൊടുക്കുക, ബിസ്ക്കറ്റ് കൊടുക്കുക. ഇതൊന്നും നന്മയല്ലെന്നുള്ള അർത്ഥത്തിലല്ല, ഇതിലൊക്കെ പ്രയോജനമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയില്ല. പക്ഷെ പലപ്പോഴും നമ്മുടെ പണം വേറെ ഒരു കാര്യത്തിന് പോകാതിരിക്കാൻ നമ്മൾ ചെയ്യുന്ന ചില തടസ്സങ്ങളാണ്. അതുപോലെ തന്നെ ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട്. ഞാനൊരു പള്ളിയിലെ പെരുന്നാൾക്ക് പ്രസിദ്ധി വാഴ്ചയ്ക്ക് പോയി. 500 ആളുടെ തലയിലാണ് ഞാൻ കിരീടം വെച്ചത്, 500 പേർക്ക് തിരി കൊടുത്തത്. ഞാൻ അച്ഛനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ഒരു പ്രസിദ്ധി 2000 രൂപ വെച്ച് തരണം. ഞാനിങ്ങനെ പെട്ടെന്ന് ഈ തലയിൽ ഈ കിരീടം വെക്കുന്ന സമയത്ത് ഈ മനസ്സിൽ ഈ സംഖ്യ കൂട്ടുകയായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ധൈര്യമുണ്ടോ ഇത്തവണ പ്രസിദ്ധിമാരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പണം മുഴുവൻ പള്ളിയില്ലാത്തൊരു പള്ളിക്ക് കൊടുക്കാൻ ചങ്കൂറ്റുള്ള എത്ര ഇടവക്കാരുണ്ട്? ആരുമില്ല. അതിനിപ്പോൾ പറയുന്ന ഒരു പേരുണ്ട്. പെരുന്നാളുകൾ നടത്തിയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ചാരിറ്റബിൾ ആക്ടിവിറ്റീസ്, വീട് പണിത് കൊടുക്കുന്നു, കല്യാണ പെൺകുട്ടികൾക്ക് കല്യാണം കഴിക്കാൻ സഹായം കൊടുക്കുന്നു. ഇതൊക്കെ കണക്ക് ആരാ പരിശോധിക്കുന്നത്? ഇതിൻ്റെ പേരിൽ വെടിക്കെട്ട് കുറയുന്നില്ല, ഇതിൻ്റെ പേരിൽ പന്തൽ കുറയുന്നില്ല, ഇതിൻ്റെ പേരിൽ ആഘോഷം കുറയുന്നില്ല, ഇതിൻ്റെ പേരിൽ ആർഭാടങ്ങൾ കുറയുന്നില്ല. ഇതൊക്കെ തുടരുന്നുണ്ട്. പക്ഷേ ഈ ആഘോഷങ്ങളും ആർഭാടങ്ങളും ന്യായീകരിക്കാനുള്ള ഒരു തന്ത്രമായിട്ടാണ് ഞാൻ ഈ ചാരിറ്റബിൾ ആക്ടിവിറ്റീസിനെ ഞാൻ കാണുന്നത്. അതെൻ്റെ വ്യക്തിപരമായിട്ടൊരു അഭിപ്രായമായിട്ട് നിങ്ങൾ കണ്ടേച്ചാൽ മതി. ഞാൻ പറയുന്നത് ഇഷ്ടമില്ലാത്തവർ എന്നോട് പൊറുക്കുക. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള നമുക്ക് കുറേ കൂടെ ഒരു കാഴ്ചപ്പാടുള്ള സമീപനം എടുത്തുകൂടെ? വലിയ പള്ളികൾ പണിയുന്നു, ഞാനെതിര് പറയുകയില്ല. പക്ഷെ ആളുകൾ പറയുന്നത് വലിയ പള്ളികൾ പണിയാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ വലിയ വീടുകൾ പണിയാൻ ഞങ്ങൾക്കും പറ്റും. ഇപ്പം നിങ്ങൾക്കറിയാമോ,
അൾത്താരകളിൽ പൂക്കൾ വയ്ക്കുന്നത് ഒരു ഇവൻ്റ് മാനേജ്മെൻറ്റ് സ്കില്ലായിട്ട് മാറി. പണ്ട് കന്യാസ്ത്രീകൾ തോട്ടത്തിൽ നിന്ന് 4 പൂ കൊണ്ടുവന്ന് വെക്കുന്നതിന് പകരം ഒരു ഇവൻ്റ് മാനേജ്മെൻറ്റാണ്. ആ അൾത്താര അലങ്കരിക്കാനായിട്ട് ഒരു കൂട്ടരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ ആ പകർച്ചവ്യാധി തുടർന്നതാണ്. കല്യാണത്തിന് സ്വീകരണത്തിന് ഇവൻ്റ് മാനേജ്മെൻറ്റുകാരുണ്ട്. ഇവൻ്റ് മാനേജ്മെൻറ്റാണ്. ഞാൻ ഈ അടുത്ത് ഒരു കല്യാണത്തിന് പോയപ്പോൾ എനിക്ക് സങ്കടം തോന്നി. അതായത് ഈ നവദമ്പതികൾ സ്റ്റേജിലിരിക്കുന്നു. അപ്പനും അമ്മയ്ക്കും സ്റ്റേജിൽ കയറാനായിട്ട് ഈ കമ്പയർ ചെയ്യുന്ന പെണ്ണിൻ്റെ അനുവാദം വേണം. അയാളാ പറഞ്ഞത്, ഈ വധുവിൻ്റെ അപ്പൻ സോ ആൻഡ് സോ നൗ കം ടു ദ സ്റ്റേജ്. ഇത് നമ്മുടെ കയ്യിൽ കാശ് ചിലവാക്കി നമ്മൾ മകളുടെ കല്യാണം നടത്തുന്നതിന് മുമ്പ് സ്റ്റേജിൽ കയറാനായിട്ട് അവരുടെ ഒരു പെർമിഷൻ കിട്ടിയാലേ നമുക്ക് പറ്റുള്ളൂ. അത്തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഞാനൊരിക്കൽ അകത്തോലിക്കനായിട്ടുള്ള വളരെ അറിയപ്പെടുന്ന ഒരു മെത്രാനോട് കത്തോലിക്ക സഭയെക്കുറിച്ച് അവിടെ അഭിപ്രായം ചോദിച്ചു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, നമ്മൾ തമ്മിൽ നല്ല സുഹൃത്തുക്കളായി, എന്തിനാണ് നമ്മൾ ആവശ്യമില്ലാത്തത് ചർച്ച ചെയ്ത് ശത്രുക്കളാകുന്നത്? ഞാൻ പറഞ്ഞു, ഇല്ല, പിതാവിൻ്റെ മനസ്സിൽ ഞങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം പിതാവ് പറയണം, നിങ്ങൾക്ക് താല്പര്യമുണ്ട് അറിയാൻ. അപ്പോൾ പിതാവിനോട് പറഞ്ഞു, കത്തോലിക്ക സഭയെപ്പോലെ ഇത്ര സംഘടിതമായിട്ടുള്ളൊരു സഭ വേറെയില്ല. ഹൈലി കോൺസെൻട്രേറ്റഡ് സെൻട്രലൈസേഷൻ. ശരിയാ, മാർപ്പാപ്പയെ ചോദ്യം ചെയ്യാൻ നമുക്ക് ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? നമുക്കൊരു സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷനുണ്ട്. അതൊരു നന്മയായിട്ടാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് വഴക്കും പുക്കാറും കുറവാണത്രേ. സത്യമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞു, നന്മയേക്കാൾ കൂടുതൽ ഞങ്ങളെക്കുറിച്ചുള്ള കുറവുകൾ പറയാൻ. അപ്പം അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊരു വലിയ കുറവ്, നിങ്ങളൊരു മെയിൻ്റനൻസ് ചർച്ചാണ്. മെയിൻ്റനൻസ് എന്ന വാക്ക് നിങ്ങൾ ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ തപ്പിയാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ആവർത്തിച്ച് ചെയ്തിട്ട് യാതൊരു യാന്ത്രികതയും അനുഭവപ്പെടാതെ അത് വീണ്ടും ആവർത്തിക്കുന്നൊരു സഭ നമ്മളാണ്. ശരി, നമ്മൾ എത്ര ക്രിസ്മസ് ആഘോഷിച്ചു. ക്രിസ്മസ് കാലഘട്ടം പുൽക്കൂടുണ്ടാക്കുന്നു, ഉണ്ണിയെ കൊണ്ടുപോയി വീടുകളിൽ നടത്തി ഉണ്ണിയെ തിരിച്ചു കൊണ്ടുവരുന്നു. ജനുവരി മാസം വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യവാളുടെ പെരുന്നാളാണ്. എല്ലാ പള്ളികളും സെബസ്ത്യാനോസ് പുണ്യവാളുടെ പെരുന്നാളാണ്. സെബസ്ത്യാനോസ് പുണ്യവാളുടെ അമ്പെഴുന്നള്ളിക്കൽ, ഈ അമ്പെഴുന്നള്ളിക്കാൻ ബാൻഡ് കൊട്ടൽ. സത്യം പറഞ്ഞാൽ പള്ളിയിൽ പോകുന്ന ആളുകളാണോ അമ്പ് നടത്തുന്നതെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഫെബ്രുവരി മാസം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നോമ്പുകാലമായി, പിന്നെ കുരിശിൽ മരിച്ചവനെ എന്നുള്ള പാട്ടാ. എല്ലാ വെള്ളിയാഴ്ചകളും ഉപവാസം, എല്ലാ വെള്ളിയാഴ്ചകളിലും തീർത്ഥാടനങ്ങൾ, ജാഗരണ പ്രാർത്ഥനകൾ. പക്ഷെ നമുക്കൊരു കാര്യം അറിയാം, നൊയിമ്പ് പിടിച്ചതുപോലെ തന്നെ നമുക്ക് ആഘോഷമാണ് നൊയിമ്പ് വീടല്. നൊയിമ്പ് വീടല് അതോടുകൂടെ നൊയിമ്പിൽ നമ്മൾ നേടിയതൊക്കെ നമ്മൾ കളഞ്ഞ് കുളിക്കും. ചങ്കരൻ തെങ്ങുമ്പോൾ തന്നെയാകും. മാർച്ച് മാസം ഔസേപ്പുണ്യാളുടെ മാസമാണ്, ഊട്ടുപെരുന്നാളുകളാണ്. എല്ലാ പള്ളികളിലും ഔസേപ്പുണ്യാളുടെ വണക്കമാസം. ഏപ്രിൽ മാസം ഗീവർഗീസ് പുണ്യാളുടെ മാസമാണ്. എടത്തുവേല പെരുന്നാൾ, എടപ്പള്ളിയിലെ പെരുന്നാൾ, മുതലക്കോടം പെരുന്നാൾ, പുണ്യാളിനെ എഴുന്നള്ളിക്കലാണ് നമുക്ക് പ്രധാനമായിട്ട്. മെയ് മാസം മാതാവിനെ സാരി ഉടുപ്പിക്കലാണ്, മാതാവിൻ്റെ ആൾത്താരിൽ പൂക്കൾ വെക്കല്. ജൂൺ മാസം ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ മാസമാണ്. ജൂലൈ മാസം പിന്നെ മഴക്കാലമായതുകൊണ്ട് തോമാസിലേക്ക് കൊടുത്തു. ഓഗസ്റ്റ് മാസം സ്വർഗാരോഹണം, സ്വാതന്ത്ര്യം. സെപ്റ്റംബർ മാസം 8 നോമ്പ്. ഒക്ടോബർ മാസം കൊന്ത മാസം. നവംബർ മാസം സിമിത്തേരിയിൽ നിന്ന് തിരിച്ചു വരാൻ നേരമില്ല. ഇങ്ങനെ നമ്മൾ ആവർത്തിച്ച് ഇതിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക. പക്ഷെ ഇതിൽ നിന്ന് നമ്മൾ എന്ത് ഫലം നേടുന്നുണ്ടെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആത്മശോധന ചെയ്യണം. ഞാൻ ഇത് വിമർശനാത്മകമായിട്ട് എന്നോട് പറഞ്ഞ് തിരുമേനിയോട് ചോദിച്ചു, തിരുമേനി ഞങ്ങളെക്കുറിച്ച് പറഞ്ഞ വിമർശനം ശരിയാണ്, ഞങ്ങൾ ബൈബിൾ വായിക്കുന്നില്ല, ഞങ്ങൾ ബൈബിൾ പഠിക്കുന്നില്ല, ഞങ്ങൾ ബൈബിളിൽ കുറേ കൂടെ താല്പര്യം കാണിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ വിമർശനം എനിക്ക്. ഈ ആവർത്തിച്ച ആഘോഷങ്ങളും ആർഭാടങ്ങളുമായിട്ട് നടക്കുന്നു എന്ന് പറയുന്നത് ശരിയാണ്. നിങ്ങളുടെ സഭയെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങളുടെ സഭ മെയിൻ്റനൻസ് ചർച്ചാണെങ്കിൽ ഞങ്ങളുടെ സഭ മിഷണറി ചർച്ചാണ്.
ഞങ്ങളുടെ ഏറ്റവും വലിയ ത്രസ്റ്റ് സുവിശേഷം സർവ്വലോകരെ അറിയിക്കാനുള്ള ത്രസ്റ്റാണ്. എല്ലാ മനുഷ്യരെയും സുവിശേഷം അറിയിക്കാനുള്ള ഒരു വലിയ ഉദ്വേഗത്തിലാണ് ഞങ്ങൾ. അതിനുവേണ്ടിയാണ് ഞങ്ങളെല്ലാം പരിശ്രമിക്കുന്നത്. ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിച്ചു, നമുക്കിപ്പോൾ കൺവെൻഷൻസൊക്കെ ഉണ്ട്, സുവിശേഷ പ്രഘോഷകരും വചന പ്രഘോഷണങ്ങളൊക്കെയുണ്ട്. പക്ഷേ നമുക്കൊരു മിഷണറി ആഭിമുഖ്യം ഇപ്പോഴും ആയിട്ടില്ല. ഒരു കാലത്ത് ഒരുപാടുണ്ടായിരുന്നു എന്ന് നമ്മൾ കരുതിയിരുന്നു. പക്ഷെ അത് കുറഞ്ഞു വരികയാണ്. നമ്മുടെ മിഷണറി ആഭിമുഖ്യം നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു അനുഭവമായിട്ട് എനിക്ക് തോന്നുന്നു. മിഷണറി ആഭിമുഖ്യം നഷ്ടപ്പെടുന്ന സഭ ക്രമശ സാവധാനം ഘട്ടം ഘട്ടമായിട്ട് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സഭയുടെ ജീവൻ്റെ തുടിപ്പ്, ജീവൻ്റെ ത്രസിപ്പ് എന്ന് പറയുന്നത് മിഷന് വേണ്ടിയുള്ള ആഗ്രഹമാണ്, സുവിശേഷവൽക്കരണത്തിന് വേണ്ടിയുള്ള തിടുക്കമാണ്. അത് നഷ്ടപ്പെടുന്ന ഒരു സഭയായിട്ട് നമ്മൾ മാറുമ്പോൾ ആ നഷ്ടപ്പെടലിലൂടെ സഭ മരണത്തിലേക്ക് നടങ്ങുകയാണ്, മൃതപ്രായമാകുകയാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചത്, നമ്മുടെ പെരുന്നാളുകളുടെ അമ്പ് പ്രദർശനം, പെരുന്നാൾ പ്രദർശനം, പെരുന്നാൾ പന്തലുകൾ, പള്ളിപ്പണികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ കുറേ കൂടെ സുവിശേഷ മൂല്യങ്ങൾ പാലിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ പാലിച്ചാൽ നമ്മുടെ ഇടവക ജീവിതങ്ങളിലെ ഒരുപാട് മാറ്റം ഉണ്ടാകും. അങ്ങനെയുള്ള പണങ്ങൾ കുറേ കൂടെ മിഷനിലേക്ക് നമ്മൾ ചെലവഴിക്കണം. മിഷൻ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന വിധത്തിൽ മാധ്യമങ്ങൾ ഉപയോഗിച്ചുള്ള സുവിശേഷവൽക്കരണങ്ങൾ, അതുപോലെ തന്നെ എക്സ്ചേഞ്ച് പ്രോഗ്രാമുകളിലുള്ള സുവിശേഷവൽക്കരണങ്ങൾ, ദത്തെടുക്കൽ വഴിയുള്ള സുവിശേഷവൽക്കരണങ്ങൾ നമുക്ക് സാധിക്കും. ആർഭാടങ്ങൾ വർദ്ധിക്കും തോറും സഭയുടെ ആത്മസത്ത ചോർന്നു പോകുകയാണ്. സഭ ഉറകെട്ട് ഉപ്പാകാണ്. വെളിച്ചം നഷ്ടപ്പെട്ട വിളക്ക്, പീഠത്തിൽ വിളക്കുണ്ട് പക്ഷെ വെളിച്ചമില്ല. നമുക്ക് കുറേ കൂടെ മിഷണറി ചൈതന്യമുള്ളൊരു സഭയായിട്ട് മാറാം. അല്ലെങ്കിൽ യൂറോപ്പിലെ സഭയ്ക്ക് സംഭവിച്ച സമൂല നാശം അനധിവിദൂര ഭാവിയിലെ നമ്മുടെ സഭയ്ക്ക് സംഭവിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. നമുക്ക് കുറേ കൂടെ കാഴ്ചപ്പാടോടുകൂടെ മിഷണറി പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ സഹകരിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.